എത്ര സമയം മുതൽ ഇരിക്കണം അറിയോ? വൈകുന്നേരം ഏകദേശം 5 മണി തൊട്ട് ഈ ക്രൗഡാ. കാരണം ഞങ്ങളുടെ മേഖലയുടെ സ്നേഹം അതൊരു കൈയടി കൊടുക്കുക. ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട 2 താരങ്ങൾ നമ്മുടെ സഭാക്ക് ഇവിടെയുണ്ട്. ഏതായാലും സഭാക്കായിട്ട് മൈക്ക് കൈമാറുകയാണ്. കുഞ്ഞാപ്പും കോയം ആദ്യമായിട്ടാണ് വേങ്ങരയിൽ ഇങ്ങനത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഏതായാലും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൗണ്ടും പാർക്കൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുഞ്ഞാപ്പ് വന്നിട്ടുണ്ട്, കുഞ്ഞാപ്പ് കോയം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ഓരോ ശല്യം ചെയ്യരുത് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? കുഞ്ഞാപ്പിന്റെ ഒപ്പം പാടുക, കുഞ്ഞാപ്പിന്റെ പാടുക, അതന്നെയുള്ളത് കേട്ടോ. നിങ്ങളെ കുഞ്ഞാപ്പും കോയാക്കിയും ഉണ്ട് കേട്ടോ. ശരി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പൊ ഈ എനർജിയിൽ തന്നെ അങ്ങോട്ട് നിൽക്കട്ടെ. അല്ലല്ലേ എന്റെ ഒപ്പം പാടുവോ? ഉറപ്പാ? കൊമ്പക്കാട് കോയ അവളിപ്പ ചിന്ന സൈന കൊമ്പത്തിരുന്ന് പാടണ, കൊമ്പത്തിരുന്ന് പാടണ, കൊമ്പത്തിരുന്ന് പാടണ പാടണ. മതി മതി മതി, അങ്ങനെ പുറത്താൻ കൂടെ അങ്ങനെ പോകും. ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞോ? കൊമ്പങ്ങാട് തറവാട്ട് ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞോ? അത് കഴിഞ്ഞോ. ഹലോ, സൗണ്ടൊക്കെ പോയിരിക്കും. സൈനെ കൊടുത്തിട്ടില്ല പുട്ടല്ലേ? ഹലോ, കുറച്ച് തീരെ കട്ടിയടാ. എന്തായാലും നമ്മൾ ഐസ്ക്രീം ഷോപ്പിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചു. ഐസ്ക്രീം ഷോപ്പ് അതുപോലെ നമ്മുടെ പോപ്കോണിന്റെ ഷോപ്പ് രണ്ടും ഇന്ന് നമുക്ക് എല്ലാ ഷോപ്പിന്റെയും ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച വേങ്ങരയുള്ള മുത്തുമണികളെ കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. അതിന് ആദ്യം തന്നെ നമ്മൾ സഭാക്കാരനോട് നന്ദി പറയാണ്. കാരണം ഇത്രത്തോളം ജനങ്ങൾ, ഇത്ര ക്രൗഡ് ഉണ്ടാവും എന്നുള്ളത്, നമ്മളെ സ്നേഹിക്കുന്ന ചങ്കൾ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. കൊമ്പക്കാട് പോയ അസ്സലാമു അലൈക്കും. ചവിട്ട് നോക്കിപ്പോയി. ഈ ചായ സലാമടക്കള ഞാൻ കേട്ടിട്ടില്ല. വേദിയിൽ നിൽക്കുന്ന വേദക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, മധ്യത്ത് നിൽക്കുന്ന മധ്യാശം, അല്ല അത് പ്രത്യാശം, എല്ലാരും വന്നിക്കോ. അപ്പൊ അടിച്ചു പൊളിക്കല്ലേ, പൊളിക്കല്ലേ. എങ്ങനെ പൊളിച്ചല്ലേ? അതാണ് തുടങ്ങിയാലോ? തുടങ്ങി. ഞാൻ ഒന്നാൾക്ക് കൊടുത്താലോ? അയ്യാ മാറ്റാ. വേദന മെല്ലെ മെല്ലെ ചെറിയൊരു പൊട്ടിച്ച് വേദന ഇല്ലാത്തത്. വേദന ഉണ്ടാവും ചെറുതായിട്ട് വേണ്ടേ? ഒരു ചെറിയ പൊട്ടിച്ചലൊന്ന് കൊടുത്താലോ? നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അടി. നിങ്ങൾക്ക് എന്നാ നല്ല ഇഷ്ടം? എനിക്ക് കൊള്ളണ ഇഷ്ടം, തല്ലണ ഇഷ്ടം. കാര്യമില്ല, കിട്ടാള് കിട്ടും തന്നെ ചെറുതായിട്ട്. എന്ത് അല്ല ഒറ്റൊന്ന് ചെറുതായിട്ട് വേദന അതൊന്നു. ഞാനെന്താ ന്യൂ ഇയർ ആയിട്ട് തല്ലൊന്നും കൊണ്ടില്ല. അല്ലല്ല 2025 ഫസ്റ്റ് അടി അത് ലൈവായിട്ട് എനിക്ക് കണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ വീഡിയോയിലല്ലേ തല്ലിട്ടുള്ളൂ. അവിടെ നിന്ന് കൊടുത്തു. അല്ല കോയക്ക നിങ്ങള് യേസമരിന്റെ അടിയിൽ തല്ലാൻ പാടില്ല. അല്ല അത് നോക്കിയിട്ട് കാര്യമില്ല. തല്ലണ്ടേ തല്ലെന്നുള്ളത് കയ്യൊന്നിച്ചാണി പടച്ച തമ്പൂര് അറിയുന്ന ആൾക്കാർക്ക് മുഴുവൻ കയ്യാണോ തല്ലണം തന്നെയാണ്. തല്ലണ്ടെന്നുള്ളൊരു കാലൊന്നിച്ചാണി കാലൊന്നിച്ചേ ഒരാൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ തല്ലു. നിങ്ങൾക്കേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മണിച്ചിത്രത്താഴിലെ നാഗവല്ലിനാണോ ഇഷ്ടം, കൊമ്പങ്ങാട് തറവാട്ടിലെ ജാൻമണിനാണോ ഇഷ്ടം? ഏത് കലാഭവനെയോ? നൈത്ത ഡയലോഗ് കൂടെ അയലാട്ടി. അതെ, ഡയലോഗ് കൂടി ആണെങ്കിലും കിട്ടാനുള്ള കിട്ടും. മൂന്ന് കൊടുക്കല്ലേ? ഉണ്ടാവും. നല്ല തീർപ്പതിലാണ് തുടങ്ങല്ലേ? അടിച്ചാലോ? പൊട്ടിച്ചിട്ടോ? യാരത്? കൊമ്പക്കാട് കോയ വാതിലോർക്കേ. ഇന്നക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞു വാതിലോർക്കേന്ന്. ജുമാക്കോ നേരായി. ഉണ്ണ കൊന്നെ അന്റെ രക്തത്തെ കുടിച്ച്
ഒപ്പന ഡാൻസ് ആടുവേ എന്റെ ഉമ്മ കുറ്റപ്പുള്ളിയെ സുൽസ് വിചാരിച്ച് നടന്നില്ല പിന്നലെത്ത് ആഹാ ഇടക്ക് പോണം ആ. ഇടക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ആ. ഇടക്ക് പോണ്ട പോയിക്കോ കുഴപ്പമില്ല നല്ലൊരു കൈ അടിച്ചാണ് എന്ത് തീർപ്പതിന്റെ എന്റെ ഒരു പല്ലിന്റെ കണ്ട അങ്ങോട്ട് പോകണം ലബീബ ലബീബ വന്നില്ല നബീബ് ചെയ്തത് തിരിച്ചുകൊടുക്കേ ആ? തിരിച്ചുകൊടുക്കേ സൈഡിനെ കൊടുത്തിട്ടില്ല. എന്താണ് ഇപ്പൊ ചീര തല്ലാൻ പാടില്ല തല്ലാൻ പാടില്ലല്ലോ തല്ലാൻ പാടില്ലല്ലോ എന്നാ നീർക്കോലി വീരന് തല്ലാൻ പറ്റൂലേ പറ്റൂലേ ഒന്നട് തന്നാലോ ഏ? തവളെ ഐ. ഞാൻ കണ്ണും ചിമ്മിയും ഒന്നട് തന്നാലോ അല്ല അത് വേണ്ട ഐ അത് വേണ്ടേ ഞാൻ എന്റെ ചങ്ങായി അല്ല ചവളെ അത് വേണ്ട അത് മോശല്ലേ കൊമ്പക്കാട് തറവാട്ടിൽ ഒരു മോശമല്ല എന്റെ കുൽസല്ല കെട്ടിയോളല്ലേ ഞാൻ ഒന്നട് തന്നാലോ തവളെ അത് വേണ്ടല്ലോ കൊടുക്കട്ടെ കൊടുക്കട്ടെ കൊടുക്കണം എന്നുള്ളവരൊക്കെ കൈ പൊന്തിച്ചാണ് കാണണോ കാണ തവളെ എത്ര ഇങ്ങോട്ടെന്നാ കൊടുക്കട്ടെ എടാ ഇത് വീഡിയോയിൽ ഇല്ലാത്ത അടിയാണ് അത് നോക്കിയിട്ട് കാര്യമില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം